നമസ്കാരം. പ്രധാന വാർത്തകൾ ആദ്യം. കണ്ണൂർ പയ്യന്നൂർ ഏറ്റുകുടുക്കയിൽ BLO ജീവനൊടുക്കി. കുന്നൂരു UP സ്കൂളിലെ പിയൂൺ അനീഷ് ജോർജിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് വീട്ടിൽ. SIR ജോലി സംബന്ധിച്ച സമ്മർദ്ദമാണ് മരണകാരണമെന്ന് കുടുംബം. BLOമാർ നാളെ ജോലി ബഹിഷ്കരിക്കും. ചീഫ് ഇലക്ടറൽ ഓഫീസിലേക്ക് മാർച്ച് നടത്തും. ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് തേടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കമ്മീഷനെതിരെ CPM-ഉം കോൺഗ്രസും. തിരുവനന്തപുരത്ത് BJP പ്രവർത്തകൻ ആനന്ദിന്റെ ആത്മഹത്യാ സീറ്റ് നിഷേധിച്ചതിലുള്ള മനോവിഷമത്തിലെന്ന് FIR. അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. ആത്മഹത്യാക്കുറിപ്പിലെ മണ്ണ് മാഫിയ സംഘവുമായി നേതാക്കൾക്ക് ബന്ധം എന്നത് ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ അന്വേഷിക്കും. ഫോൺ സംഭാഷണം പുറത്ത്. ഞാൻ രണ്ടും കൽപ്പിച്ച് എന്നോടെ മത്സരിക്കാൻ തീരുമാനിച്ചു. എല്ലാ ഭാഗത്തുനിന്നും ചുമതലയുള്ള ചിലവന്മാര് അവന്മാർക്ക് മാത്രമേ ഉള്ളൂ. ഇത്രമാത്രം അങ്ങ് അപമാനിച്ച് ആ ഒരു ലെവലിലേക്ക് കൊണ്ടുപോയിട്ടെ ഇനി അവന്മാർ അങ്ങനെ അങ്ങോട്ട് വെറുതെ ഇവിടെ എന്റെ മനസ്സ് സമ്മതിക്കൂടെ. ആനന്ദ് ഇപ്പോൾ ശിവസേനയിലെന്നും മരണത്തെ രാഷ്ട്രീയവൽക്കരിക്കരുതെന്നും BJP. നെടുമങ്ങാട് നഗരസഭയിലെ സീറ്റ് ലഭിക്കാത്തതിനെ തുടർന്ന് BJP പ്രവർത്തകരുടെ ആത്മഹത്യാശ്രമം. ശരണമുഖരിതമായി ശബരി പാതകൾ. മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തിന് തുടക്കം. ശബരിമല നട തുറന്നു. ദർശനത്തിനുള്ള ഓൺലൈൻ ബുക്കിംഗ് ദിവസം 70,000 പേർക്ക് വീതം. ശാസ്ത്രീയ പരിശോധനയ്ക്ക് സ്വർണ്ണപ്പാളികളുടെ സാമ്പിൾ പരിശോധിക്കാൻ SIT സംഘം ശബരിമലയിൽ. ദേവരഥ സംഗമത്തിന്റെ പുണ്യം ഏറ്റുവാങ്ങാൻ കൽപ്പാത്തിയിലെ അഗ്രഹാര വീഥികൾ. ഡൽഹി ചെങ്കോട്ട സ്ഫോടനത്തിലെ ചാവേർ ഒമർ നബി ബോംബ് നിർമ്മാണ വിദഗ്ധനെന്ന് കസ്റ്റഡിയിലുള്ള ഭീകരരുടെ മൊഴി. ബോംബ് പരീക്ഷണത്തിന് സ്വന്തമായി ലാബ് ഉണ്ടാക്കി. സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് NIA-യുടെ വ്യാപക പരിശോധന. ഒരു വനിതാ ഡോക്ടർ കൂടി കസ്റ്റഡി. കൊൽക്കത്ത ടെസ്റ്റിൽ ഇന്ത്യക്ക് തോൽവി. ദക്ഷിണാഫ്രിക്കയുടെ ജയം 30 റൺസിന്. ദക്ഷിണാഫ്രിക്ക ഇന്ത്യയിൽ ടെസ്റ്റ് ജയിക്കുന്നത് 15 വർഷത്തിനിടെ ആദ്യം. വാഷിംഗ്ടൺ സുന്ദർ ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ. BLO അനീഷ് ജോർജിന്റെ ആത്മഹത്യയിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് പോലീസ്. ജോലിയിലെ മാനസിക സമ്മർദ്ദമാണ് മരണത്തിന് കാരണമെന്ന് സംശയിക്കുന്നതായി FIR-ൽ പറയുന്നു. സംഭവത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് തേടി. അതേസമയം ആത്മഹത്യയിൽ പ്രതിഷേധവുമായി ജോയിന്റ് കൌൺസിൽ രംഗത്തെത്തി. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ ലക്ഷ്മി പ്രിയ നൽകും. ലക്ഷ്മി, എന്താണ് സംഭവിച്ചത്? BLO അനീഷിന്റെ ആത്മഹത്യയിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. പ്രധാനമായും FIR-ൽ സൂചിപ്പിക്കുന്നത് ജോലി സമ്മർദ്ദം മൂലമാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ സംഭവത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ജില്ലാ കളക്ടറോട് റിപ്പോർട്ടും തേടിയിട്ടുണ്ട്. അങ്ങനെ ഇത്തരത്തിൽ വിഷയം കൂടുതൽ അന്വേഷണത്തിലേക്ക് നീങ്ങുകയാണ്. ഈ ഒരു സംഭവത്തിന് പിന്നാലെ അദ്ദേഹത്തിൻ്റെ കുടുംബം വലിയ ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരുന്നു. SIR-യുമായി ബന്ധപ്പെട്ട ജോലികൾ അദ്ദേഹത്തിന് ഏറെ സമ്മർദ്ദം ഉണ്ടാക്കിയിരുന്നു. രാത്രി ഏറെ വൈകിയും അദ്ദേഹം ജോലി ചെയ്തിരുന്നു. ചില വോട്ടർമാരെ കണ്ടെത്താൻ കഴിയാത്തതും അദ്ദേഹത്തിൻ്റെ ജോലിഭാരം കൂട്ടിയിട്ടുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ ഇദ്ദേഹത്തിൻ്റെ കുടുംബം ആരോപിച്ചിരുന്നു. ഏതായാലും സംഭവത്തിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. അദ്ദേഹത്തിൻ്റെ കുടുംബം ഇത്തരത്തിൽ നിരവധി ആരോപണങ്ങളുമായി രംഗത്ത് വരുന്നുണ്ട്. അതേസമയം ഈ വീട്ടിലില്ലാത്ത സമയത്താണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. രാവിലെ 11 മണിയോടുകൂടിയാണ് സംഭവം അറിയുന്നത്. വീട്ടുകാർ തിരിച്ച് വീട്ടിലേക്ക് വരുന്ന സമയത്താണ് ഇദ്ദേഹത്തെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്ന ഒരു സംഭവം ഉണ്ടായത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികരണങ്ങളും വരുന്നുണ്ട്. അതേസമയം MV ജയരാജൻ ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രതികരണം നടത്തിയിരുന്നു. അദ്ദേഹം പറയുന്ന ഈ മരണം ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ് എന്നുള്ളതാണ്. ഏതായാലും കൂടുതൽ വാദപ്രതിവാദങ്ങളിലേക്ക് അടക്കം ഈ വിഷയം പോകുന്നുണ്ട്. അതേസമയം ഈ ഒരു ആത്മഹത്യയിൽ പ്രതിഷേധിച്ച് ജോയിന്റ് കൗൺസിൽ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. നാളെ കളക്ടറേറ്റിൽ പ്രതിഷേധം നടത്താനാണ് ഇവരുടെ തീരുമാനം. അങ്ങനെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് അടക്കം ഈ ഒരു ആത്മഹത്യക്ക് പിന്നാലെ കടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഏതായാലും സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടക്കുകയാണ്. ആത്മഹത്യയിലേക്ക് നയിച്ച ജോലിഭാരം തന്നെയാണോ അതോ മറ്റു കാരണങ്ങൾ വല്ലതും ഉണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ലക്ഷ്മിയാണ് വിവരങ്ങൾ നൽകിയത്. നാളെ ഇനി BLOമാർ ജോലി ബഹിഷ്കരിക്കും. കണ്ണൂർ പയ്യന്നൂരിലെ നിയോജക മണ്ഡലത്തിലെ ബൂത്ത് ലെവൽ ഓഫീസറും കുന്നൂരു UP സ്കൂളിലെ ഓഫീസ് അറ്റൻഡറുമായ അനീഷ് ജോർജിന്റെ ആത്മഹത്യയിൽ പ്രതിഷേധിച്ചാണ് ബഹിഷ്കരണം. BLOമാർ ജോലിയിൽ നിന്ന് വിട്ടുനിന്നായിരിക്കും പ്രതിഷേധിക്കുക. ചീഫ് ഇലക്ടറൽ ഓഫീസിലേക്കും സംസ്ഥാനത്തെ ജില്ലാ വരണാധികാരികളുടെ ഓഫീസുകളിലേക്കും പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ദേവിക ചന്ദ്രൻ വിശദാംശങ്ങൾ നൽകും. ദേവിക, ഈ SIR-യുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ BLOമാർ അത്തരത്തിൽ പ്രതിഷേധവുമായി വന്നാൽ അത് സ്വാഭാവികമായും ഈ പ്രവർത്തനങ്ങളെ ബാധിക്കും. ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾക്കൊക്കെ ഒരു സാധ്യതയുണ്ടോ?
നാളെ എന്തായാലും BLOമാർ ഇത്തരത്തിലൊരു സമരത്തിലേക്ക് കടക്കുകയാണ് അഖില. കാരണം ഇവർ പറയുന്നത് ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഒരല്പം നീട്ടിവെക്കണമെന്ന് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ആ സമയത്തൊക്കെ ചീഫ് ഇലക്ഷൻ ഓഫീസറടക്കം വ്യക്തമാക്കിയിരുന്നത് ഇത്തരത്തിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഈ ജോലിഭാരമുള്ള BLOമാരെ ഇത്തരത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടക്കുന്ന സമയത്ത് മാറ്റുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ അനീഷിന്റെ ആത്മഹത്യയെ തുടർന്നാണ് മറ്റ് BLOമാർ ഇത്തരത്തിലൊരു നാളെ ഒരു ജോലി ബഹിഷ്കരിക്കുന്ന രീതിയിലേക്ക് പ്രതിഷേധവുമായി മുന്നോട്ട് വരുന്നത്. അവർ വ്യക്തമാക്കുന്നത് കടുത്ത സമ്മർദ്ദത്തിലൂടെയാണ്, മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് ഇത്തരത്തിൽ BLOമാർ കടന്നു പോകുന്നത് എന്ന് തന്നെയാണ് BLOമാർ ചൂണ്ടിക്കാട്ടുന്നത്. അതുകൊണ്ട് നാളെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധത്തിനാണ് BLOമാർ ഒരുങ്ങുന്നത്. അപ്പോൾ സംസ്ഥാനത്ത് നാളെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജോലികൾ മുടങ്ങും. അത് മാത്രമല്ല ചീഫ് ഇലക്ടറൽ ഓഫീസറിന്റെ ഈ ഓഫീസിലേക്ക് നാളെ പ്രതിഷേധ മാർച്ചും സംഘടിപ്പിക്കുന്നുണ്ട്. പ്രതിഷേധ മാർച്ചും സംഘടിപ്പിക്കുന്നുണ്ട്. എല്ലാ ജില്ലകളിലും ജില്ലാ ഭരണാധികാരികളുടെ ഓഫീസുകളിലേക്കും നാളെ മാർച്ച് സംഘടിപ്പിക്കും. അഖില. ശരി, ദേവിക ചന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത്. കണ്ണൂരിലെ BLOയുടെ ആത്മഹത്യയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഉത്തരവാദിയെന്ന് രമേശ് ചെന്നിത്തല. SIRന്റെ പേരിൽ ഉദ്യോഗസ്ഥർക്ക് അമിത സമ്മർദ്ദം നേരിടേണ്ടി വരുന്നു. ഡിസംബർ 9 മുമ്പ് SIR പൂർത്തിയാക്കാനാണ് സമ്മർദ്ദം. പല ഉദ്യോഗസ്ഥരും തങ്ങളോട് പരാതി ഉന്നയിച്ചിട്ടുണ്ടെന്നും ചെന്നിത്തല പറഞ്ഞു. ഉത്തരവാദി ഇനി ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഡിസംബർ 9 മുമ്പ് കേരളത്തിൽ SIR പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള കഠിനമായ സമ്മർദ്ദമാണ് ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ ചുമത്തുന്നത്. വാസ്തവത്തിൽ പല ഉദ്യോഗസ്ഥന്മാരും ഞങ്ങളോട് പറയാറുണ്ട്, സമ്മർദ്ദം സഹിക്കാൻ വയ്യ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് ഇത്തരം ഒരു സമ്മർദ്ദം താങ്ങാൻ കഴിയാത്തത് കൊണ്ടാണല്ലോ ഈ ആത്മഹത്യ ഉണ്ടായത്. വാസ്തവത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ സമ്മർദ്ദം ചെലുത്തുന്ന നടപടി അവസാനിപ്പിക്കണം. നോർമലായി അവർ ചെയ്യുമല്ലോ, അവരെന്തിനാണ് ഇത്രയും സമ്മർദ്ദം ചെയ്തത്? ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന ജോലി ഉണ്ടല്ലോ, ആ ജോലിക്ക് അപ്പുറത്ത് സമ്മർദ്ദം ചെലുത്തിയാൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ ഇനി ആവർത്തിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും BLAമാർ അതിന് ആ ചുമതലയിലാണ്. BLOമാരോടൊപ്പം ഒരു BLAയും പോകുന്നില്ല, ഒരു പാർട്ടിയുടെയും BLA പോകുന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള നടപടി വാസ്തവത്തിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷമായിരുന്നു ചെയ്യേണ്ടത്. SIR അതുണ്ടാകാതെ, അത് ചെയ്യാതെ സമ്മർദ്ദം ചെലുത്തി. വാസ്തവത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പുറത്ത് സമ്മർദ്ദമുണ്ട്. ഇതെന്തിനു വേണ്ടിയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്ത ആനന്ദ് കെ തമ്പിയുടെ നിർണായക ഫോൺ സംഭാഷണം പുറത്ത്. RSSന് വേണ്ടി 2 പതിറ്റാണ്ടിലേറെ പണിയെടുത്തിട്ടും നേതൃത്വം അത് കണക്കിലെടുത്തില്ല. പലയിടത്തു നിന്നും സമ്മർദ്ദമുണ്ട് എന്ന് സുഹൃത്തിനോട് പറയുന്ന സംഭാഷണമാണ് പുറത്തു വന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവസരം നിഷേധിച്ചതിന്റെ മനോവിഷമത്തിലാണ് ആനന്ദ് ജീവൻ ഒടുക്കിയതെന്ന് പോലീസ് FIR രജിസ്റ്റർ ചെയ്തു. അതേസമയം തൃക്കണ്ണാപുരത്തെ ആനന്ദിന്റെ വീട്ടിലെ പൊതുദർശനത്തിന് ശേഷം വൈകുന്നേരത്തോടെ മൃതദേഹം പുത്തൻകോട്ട ശ്മശാനത്തിൽ സംസ്കരിച്ചു. 16-ാം വയസ്സ് മുതൽ RSSന്റെയും BJPയുടെയും സജീവ പ്രവർത്തകനായിരുന്നു. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ സീറ്റ് ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ അത് ലഭിച്ചില്ല. എത്ര കൊമ്പന്മാർ എതിരെ വന്നാലും പോരാടുമെന്നും ആനന്ദ് പറയുന്ന ഫോൺ സംഭാഷണമാണ് പുറത്തു വന്നത്. ഞാൻ രണ്ടും കൽപ്പിച്ചു മത്സരിക്കാൻ തീരുമാനിച്ചു. എല്ലാ ഭാഗത്തുനിന്നുണ്ട്. സംഘടനയുടെ ചുമതലയുള്ള ചിലവന്മാര് അവന്മാർക്ക് മാത്രമേ ഉള്ളൂ. ഇത്രമാത്രം അങ്ങ് അപമാനിച്ച് ആ ഒരു ലെവലിലേക്ക് കൊണ്ടുപോയിട്ടെ ഇനി അവന്മാർ അങ്ങനെ അങ്ങോട്ട് വെറുതെ ഇവിടെ എന്റെ മനസ്സ് സമ്മതിക്കൂടെ. ഞാൻ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന ആളാണ്. ഞാൻ എന്റെ അപ്പുറമായിരുന്നാലും ഞാൻ ഫൈറ്റ് ചെയ്യും, എത്ര കൊമ്പനായിരുന്നാലും ഞാൻ ഫൈറ്റ് ചെയ്യും. ആനന്ദ് തമ്പിയുടെ മരണത്തിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സഹോദരിയുടെ ഭർത്താവിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പൂജപ്പുര പോലീസാണ് FIR രജിസ്റ്റർ ചെയ്തത്. ആനന്ദിന് മറ്റ് സാമ്പത്തിക പ്രശ്നങ്ങളോ കുടുംബ പ്രശ്നങ്ങളോ ഉണ്ടായിരുന്നില്ല. സ്ഥാനാർത്ഥിയായി പരിഗണിച്ച ശേഷം പാർട്ടി തഴഞ്ഞതിന്റെ മനോവിഷമത്തിലായിരുന്നു ആനന്ദ് എന്ന് ബന്ധു പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ആനന്ദിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നവരുടെ മൊഴി വൈകാതെ അന്വേഷണ സംഘം ശേഖരിക്കുമെന്നാണ് വിവരം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിച്ചതിൽ മനംനൊന്ത് ആത്മഹത്യ ചെയ്ത BJP പ്രവർത്തകർ ആനന്ദ് കെ തമ്പിയുടെ മൃതദേഹം സംസ്കരിച്ചു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പുത്തൻകോട്ട ശ്മശാനത്തിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ. തിരുമല ജയനഗറിലെ വീട്ടിൽ പ്രിയ സുഹൃത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ 100 കണക്കിന് ആളുകളാണ് എത്തിയത്.
ആനന്ദ് കെ തമ്പി ഒരു കാലത്തും BJP പ്രവർത്തകനായിരുന്നില്ല എന്ന് സംസ്ഥാന നേതൃത്വം. ആനന്ദ് ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗത്തിൽ പ്രവർത്തിച്ച വ്യക്തിയാണെന്ന് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. അതേസമയം ആനന്ദിന്റെ ആത്മഹത്യയിൽ BJP രൂക്ഷമായി വിമർശിച്ച് CPM-ഉം കോൺഗ്രസും രംഗത്തെത്തി. BJP-യിൽ പ്രവർത്തിക്കുന്നവർക്ക് ജീവന് ഭീഷണിയുണ്ടെന്ന് വി ശിവൻകുട്ടി പറഞ്ഞു. ആത്മഹത്യ ചെയ്ത ആനന്ദ് കെ തമ്പി ഒരു കാലത്തും BJP പ്രവർത്തകനായിരുന്നില്ല എന്നാണ് സംസ്ഥാന നേതൃത്വം പറയുന്നത്. തെരഞ്ഞെടുപ്പിന് ശുപാർശ ചെയ്ത പാനലിൽ ആ വ്യക്തിയുടെ പേരുണ്ടായിരുന്നില്ലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ആനന്ദ് പിന്നീട് ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗത്തിൽ ചേർന്നുവെന്നും രാജീവ് ചന്ദ്രശേഖർ കൂട്ടിച്ചേർത്തു. അദ്ദേഹം എന്നോട് വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ പാനലിൽ ഇദ്ദേഹത്തിൻ്റെ പേരൊന്നും ഉണ്ടായിരുന്നില്ല. മണ്ഡലം ലെവലിൽ നിന്ന് ആ പാനലിൽ വന്നതിൽ ഇദ്ദേഹത്തിൻ്റെ പേരുണ്ടായിരുന്നില്ല. ഇദ്ദേഹം പിന്നെ ശിവസേന ജോയിൻ ചെയ്തു. ഉദ്ധവ് താക്കറെ ശിവസേനയിൽ എൻ്റെ ഭാഗമായിരുന്നു, അവിടെ ജോയിൻ ചെയ്തു എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ. പക്ഷേ ഞാൻ ഇന്ന് രാവിലെയും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ പ്രോസസ്സിൽ ഒരു വീഴ്ച എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അതിന് വിടില്ല, അതൊന്ന് നോക്കണം എന്ന് ഞാൻ കൃത്യമായൊരു ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു പൊളിറ്റിക്കൽ അഡ്വാൻറ്റേജ് എടുക്കുന്നതെല്ലാം ഞാൻ കാണുന്നത് ഒരു നാണക്കേടാണ്, ഒരു ട്രാജഡിയാണ്. ഇത്തരം സംഭവങ്ങൾ രാഷ്ട്രീയ പ്രചരണത്തിനായി ഉപയോഗിക്കുന്ന നീചമായ നീക്കം ഉപേക്ഷിക്കണമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി S. സുരേഷ് ആവശ്യപ്പെട്ടു. ദൗർഭാഗ്യകരമായിട്ടുള്ള ഇത്തരത്തിലുള്ള വിഷയങ്ങൾ രാഷ്ട്രീയ പ്രചരണത്തിനായിട്ട് ദുരുപയോഗം ചെയ്യുന്ന നീചമായ സമീപനങ്ങൾ മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികളും ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാരും നേതാക്കന്മാരും അവസാനിപ്പിക്കണമെന്നാണ് BJPക്ക് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ആനന്ദ് ഒരു കാലഘട്ടത്തിലും BJPയുടെ പ്രവർത്തകനായിരുന്നില്ല. അദ്ദേഹത്തിന് BJPയുടെ ചുമതലയും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം BJPയുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ വന്നിട്ടുള്ള ആളുമല്ല. BJPയുടെ സ്ഥാനാർത്ഥി പട്ടിക ജനാധിപത്യ രീതിയിൽ ഏറ്റവും മാതൃകാപരമായിട്ടാണ് തയ്യാറാക്കുന്നത്. ആത്മഹത്യ വ്യക്തിപരമാണെന്നും മാനസിക വിഭ്രാന്തിയെ തുടർന്നാണ് ഇത്തരം സംഭവങ്ങളെന്നും BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് B. ഗോപാലകൃഷ്ണൻ പറഞ്ഞു. ആനന്ദിന്റെ ആത്മഹത്യയിൽ രാഷ്ട്രീയം കാണേണ്ടതില്ലെന്നും തന്റെ മനസ്സ് അവരുടെ കുടുംബത്തിനോടൊപ്പമാണെന്നും ശശി തരൂർ MP-യും പ്രതികരിച്ചു. വെറുതെ ഇനി ദുഃഖ വാർത്ത എനിക്ക് എന്റെ ഹൃദയം എന്റെ മനസ്സും ആ കുടുംബത്തിനെ കുറിച്ചാണ്. അവര് എന്തായിരിക്കും യുവ ഇങ്ങനെ അന്തരിച്ചു പോയ ശേഷം അവര് വേദന നമുക്ക് വിചാരിക്കാൻ സാധിക്കും. അതിൽ ഞാൻ രാഷ്ട്രീയം കളിക്കുന്നില്ല. അതേസമയം ആനന്ദിന്റെ ആത്മഹത്യയിൽ BJP-യെ വിമർശിച്ച് CPM-ഉം കോൺഗ്രസും രംഗത്തെത്തി. സ്വന്തം പ്രവർത്തകരെ മരണത്തിലേക്ക് തള്ളിവിടുന്ന പാർട്ടിയായി BJP മാറിയെന്ന് വി ശിവൻകുട്ടി കുറ്റപ്പെടുത്തി. BJP RSS പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകരുടെയും നേതാക്കളുടെയും ജീവന് തന്നെ ഭീഷണിയാകുന്ന അതീവ ഗുരുതരമായ സാഹചര്യമാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത്. ആനന്ദിന്റെ ആത്മഹത്യ ഗൗരവമുള്ള വിഷയമാണ് എന്നും പരാതി പറയാൻ വയ്യാത്ത അവസ്ഥയാണ് നിലവിലുള്ളതെന്നും K. മുരളീധരനും പ്രതികരിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. നെടുമങ്ങാട് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച BJP പ്രവർത്തക ശാലിനി സ്ഥാനാർത്ഥി പട്ടികയിലുള്ള വ്യക്തിയെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി S. സുരേഷ്. പാർട്ടിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട പ്രവർത്തകയാണെന്നും വ്യക്തിഹത്യ നടന്നുവെന്നുള്ള ആരോപണമുണ്ടെങ്കിൽ പരിശോധിക്കുമെന്നും S. സുരേഷ് പറഞ്ഞു. അതിൽ ശാലിനി ഞങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടികയിലുള്ള ആളാണ്, ആ സ്ഥാനാർത്ഥികളുടെ പാനലിലുള്ള ആളാണ്. അത് അവിടുത്തെ പാർട്ടി അത് എന്തുകൊണ്ടാണ് ശാലിനി ഞങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു പ്രവർത്തകയാണ്. ശാലിനി അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കി എന്നുള്ളത് ഞങ്ങളുടെ പ്രവർത്തകരുടെ സംരക്ഷണയിലാണ് പാർട്ടി അവർക്ക് പശ്ചാത്താപമുണ്ട്, അതൊക്കെ വന്നു കഴിഞ്ഞു. അത് ശാലിനി സ്ഥാനാർത്ഥി പട്ടികയിലുള്ള ആളാണ്. അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടാവും, ഞങ്ങളത് പരിശോധിച്ചുകൊണ്ടിരിക്കുക. ശാലിനി ഞങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു പാർട്ടി പ്രവർത്തകയാണ്. വർഷങ്ങളായിട്ട് പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന വളരെ നല്ലൊരു വനിതയാണ്. മഹിളാ മോർച്ചയുടെ മണ്ഡലം പ്രസിഡന്റായിരുന്നു, മഹിളാ മോർച്ചയുടെ ജില്ലാതല ചുമതലയുണ്ടായിരുന്നു. വളരെ സജീവവും സക്രിയവുമായിട്ട് ആ വാർഡിൽ നിരവധി വോട്ടർ പട്ടികയിൽ പേര് ചേർത്ത ആളാണ്. അങ്ങനെ പാർട്ടിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു വനിതാ പ്രവർത്തകയാണ് ശാലിനി. ആ ശാലിനിയുടെ കാര്യം പാർട്ടിക്കാർക്കും ഒരു ഞെട്ടലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പാർട്ടിക്കാർ ഇപ്പോൾ അവരോടൊപ്പം ഉണ്ട്, അവരുടെ വീട്ടിലുണ്ട്. ഞങ്ങളത് പരിശോധിക്കും. ശാലിനിക്ക് അങ്ങനെ എന്തെങ്കിലും വിഷമമുണ്ടോ? തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPM-ന് തിരുവനന്തപുരം കോർപ്പറേഷനിൽ വിമതശല്യം കൂടുതൽ തലവേദനയാകുന്നു. ഉള്ളൂർ വാർഡിലും CPM-ന് വിമതൻ. ലോക്കൽ കമ്മിറ്റി അംഗവും ദേശാഭിമാനിയുടെ മുൻ ബ്യൂറോ ചീഫുമായ K. ശ്രീകണ്ഠൻ വിമതനായി മത്സരിക്കുന്നു. കടകംപള്ളി സുരേന്ദ്രനെതിരെ കടുത്ത ആരോപണമുയർത്തിയാണ് K. ശ്രീകണ്ഠൻ സ്വതന്ത്രനായി മത്സരിക്കുന്നത്.
ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിലാണ് CPM-ന് ഏറ്റവും അധികം വിമത ഭീഷണിയുള്ളത്. ചെമ്പൈൻഡ് ഡിവിഷനിൽ CPM ബ്രാഞ്ച് സെക്രട്ടറിയായിരുന്ന ആനി അശോകൻ സ്വതന്ത്രയായി മത്സരിക്കുന്നതിന് പിന്നാലെയാണ് ഉള്ളൂർ ഡിവിഷനിലും LC അംഗം K. ശ്രീകണ്ഠൻ നേതൃത്വത്തിനെതിരെ രംഗത്ത് വരുന്നത്. ഇരുവരും കടകംപള്ളി സുരേന്ദ്രനെതിരെയാണ് കടുത്ത ആരോപണവും വിമർശനവും ഉന്നയിക്കുന്നത്. K. ശ്രീകണ്ഠൻ ദേശാഭിമാനിയുടെ തിരുവനന്തപുരം മുൻ ബ്യൂറോ ചീഫ് കൂടിയാണ്. അവസാന നിമിഷം സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് സ്വതന്ത്രനായി മത്സരിക്കുന്നു. കടകംപള്ളിയാണ് എന്നെ ഈ വിവരം അറിയിക്കുന്നത്. എന്നെ പാർട്ടി സ്ഥാനാർത്ഥിയായിട്ട് തീരുമാനിച്ചുവെന്നും മത്സരിക്കാൻ വേണ്ടി പ്രിപ്പയർ ആയിക്കോളാൻ പറഞ്ഞതും കടകംപള്ളിയാണ്. എനിക്ക് പാർലമെന്ററി വ്യാമോഹമാണ്. ഞാനൊരു പാർലമെന്ററി വ്യാമോഹത്തിന് ഇതുവരെ പോയിട്ടില്ല. പുള്ളിയുടെ എന്നല്ല, പാർട്ടിയുടെ മുമ്പിൽ പോലും ഞാൻ ഒരു സ്ഥാനത്തിന് വേണ്ടി അവകാശപ്പെടും. ഞാൻ റിട്ടയർ ചെയ്തതിന് ശേഷം ഞാൻ പാർട്ടിയെ ഒരു തരത്തിലും ഒരു സോഷ്യൽ പൊസിഷന് വേണ്ടി ഞാൻ പോയിട്ടില്ല. പറ്റിച്ചല്ല, നമ്മുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്തു. അതേസമയം K. ശ്രീകണ്ഠൻ അടക്കമുള്ള വിമതരെ പൂർണ്ണമായും തള്ളുകയാണ് നേതൃത്വം. ജനാധിപത്യത്തിൽ വിമതർ സ്വാഭാവികമെന്നാണ് V. ശിവൻകുട്ടിയുടെ പ്രതികരണം. വിമതരെല്ലാം ഈ ജനാധിപത്യം തുടങ്ങി അന്ന് പോലുണ്ടെന്ന് നമുക്ക് എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ വേണ്ടി പറ്റില്ലല്ലോ. ഇപ്പോൾ 101 സീറ്റല്ലേ ഉള്ളൂ കോർപ്പറേഷൻ അതിർത്തിയിൽ. 101 പേരെല്ലാം തീരുമാനിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ സ്വാഭാവിക ആഗ്രഹങ്ങൾ വരും. അതെല്ലാം എല്ലാ ജനാധിപത്യ പാർട്ടികളും പരിഹാരം കണ്ടെത്തി പോകും. ഇതേപോലുള്ള ഒരു കെടുതിയും അനിശ്ചിതത്വവും ഒരു ഭീകര അന്തരീക്ഷം വേറെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ ഉണ്ടായിട്ടുണ്ടോ? അതല്ലേ നിങ്ങൾ പറയേണ്ടത്. ഭരണം നിലനിർത്താനായി ഏരിയ സെക്രട്ടറിമാരും ജില്ലാ നേതാക്കളും അടക്കം കളത്തിലിറങ്ങി ശക്തമായ പോരാട്ടം നടത്തുമ്പോഴാണ് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കി വിമതർ രംഗത്ത് വരുന്നത്. BJP മുന്നേറ്റം കണ്ടത് ഇടതും വലതും മുന്നണികൾ BJP മുന്നേറ്റം കണ്ട് ഇടതും വലതും മുന്നണികൾ തകർന്നിരിക്കുകയാണെന്നും അതിന്റെ മാനസിക വിഭ്രാന്തിയാണ് K. മുരളീധരനെന്നും BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് B. ഗോപാലകൃഷ്ണൻ. ആദ്യം കോൺഗ്രസിലെ പ്രശ്നം പരിഹരിക്കൂ, എന്നിട്ട് മതി BJPയുടെ പ്രശ്നം പരിഹരിക്കാൻ വരാനെന്നും ഗോപാലകൃഷ്ണൻ പറഞ്ഞു. എനിക്ക് K. മുരളീധരനോട് പറയാനുള്ളത്, ആദ്യം സ്വന്തം പാർട്ടിയിലെ നേതൃത്വം ഒന്ന് ശരിയാക്കുക. തോറ്റ് തൊപ്പി ഇട്ടുകൊണ്ടിരിക്കുമ്പോഴും വലിയ വിടുവായുത്തരം ഒന്നും വേണ്ട. BJPയുടെ കാര്യം നോക്കാൻ BJPക്ക് അറിയാം. K. മുരളീധരൻ അദ്ദേഹത്തിൻ്റെ സ്വന്തം കുടുംബത്തിലെ പ്രശ്നം പോലും പരിഹരിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് കോൺഗ്രസിലെ പ്രശ്നം ആദ്യം അദ്ദേഹം പരിഹരിക്കട്ടെ, എന്നിട്ട് മതി അദ്ദേഹം BJPയുടെ നേതൃത്വം ഏറ്റെടുക്കാൻ. BJPയുടെ നേതൃത്വം ഏറ്റെടുക്കാൻ കൊള്ളാവുന്നവരുണ്ട്. അതുകൊണ്ട് K. മുരളീധരൻ സ്വന്തം പാർട്ടി, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി കടല് കണ്ട അപ്പം ചാടും. അതുകൊണ്ട് രാഹുൽ ഗാന്ധിയോട് കടല് കണ്ട ചാടണ്ട, രാഹുൽ ഗാന്ധിക്കാണ് അദ്ദേഹം മാർഗനിർദ്ദേശം നൽകേണ്ടത്. കോഴിക്കോട് കോർപ്പറേഷൻ വാർഡുകളിലേക്കുള്ള രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക NDA പുറത്തിറങ്ങി. 22 വാർഡുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. NPP നേതാവ് മിനി അഗസ്റ്റിനും ഇത്തവണ കോവൂരിൽ നിന്ന് മത്സരിക്കുന്നുണ്ട്. അതേസമയം ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ സ്ഥാനാർത്ഥികളുടെ പട്ടികയും NDA പുറത്തുവിട്ടിട്ടുണ്ട്. ചാത്തമംഗലം, പന്തീരങ്കാവ്, കുന്നമംഗലം, കടലുണ്ടി എന്നിവിടങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. LDF-ഉം UDF-ഉം BJPയുടെ മുന്നേറ്റം കണ്ട് അമ്പരന്നിരിക്കുകയാണെന്നും വികസിത കേരളം എന്ന ലക്ഷ്യവുമായി പാർട്ടി മുന്നേറുകയാണെന്നും BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് B. ഗോപാലകൃഷ്ണൻ പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള അന്തിമ സപ്ലിമെന്ററി വോട്ടർ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചു. സംസ്ഥാനത്താകെ 2.86 കോടി വോട്ടർമാരാണുള്ളത്. 2.6 ലക്ഷം പേരെയാണ് വോട്ടർ പട്ടികയിൽ പുതുതായി ചേർത്തത്. 34,745 വോട്ടുകൾ നീക്കം ചെയ്തു. ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് പട്ടിക പ്രസിദ്ധീകരിച്ചത്. വെള്ളിയാഴ്ച പ്രസിദ്ധീകരിക്കേണ്ട പട്ടികയാണ് ഒരു ദിവസം വൈകി ഇന്നലെ അർദ്ധരാത്രിയോടെ പ്രസിദ്ധീകരിച്ചത്. പുതിയ പട്ടികയനുസരിച്ച് സംസ്ഥാനത്താകെ 2.86 കോടി വോട്ടർമാരാണുള്ളത്. 2,67,587 പേരെയാണ് വോട്ടർ പട്ടികയിൽ പുതുതായി ചേർത്തത്. 34,745 വോട്ടുകൾ നീക്കം ചെയ്തു. പട്ടിക പ്രകാരം 1.35 കോടി സ്ത്രീ വോട്ടർമാരും 1.15 കോടി പുരുഷ വോട്ടർമാരുമാണുള്ളത്. പട്ടികയിൽ 289 ട്രാൻസ്ജെൻഡർ വോട്ടർമാരും 3,745 പ്രവാസി വോട്ടർമാരുമുണ്ട്. നവംബർ 4-5 തീയതികളിലായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും ആവശ്യമായ തിരുത്തലുകൾ വരുത്താനും പേരുകൾ നീക്കം ചെയ്യാനും കമ്മീഷൻ അവസരം നൽകിയിരുന്നു. തുടർന്ന് ലഭിച്ച തിരുത്തലുകൾ കൂടി ഉൾപ്പെടുത്തിയ ശേഷമാണ് അന്തിമ പട്ടിക പ്രസിദ്ധീകരിച്ചത്. അന്തിമമായ ഈ സപ്ലിമെന്ററി ലിസ്റ്റ് അംഗീകൃത രാഷ്ട്രീയ പാർട്ടികൾക്ക് കമ്മീഷൻ സൗജന്യമായി നൽകും. സപ്ലിമെന്ററി വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാത്തതിനാൽ വോട്ടുണ്ടോ ഇല്ലയോ എന്നറിയാതെ നാമനിർദ്ദേശ പത്രിക കൊടുക്കാനാകാത്ത സാഹചര്യത്തിലായിരുന്നു സ്ഥാനാർത്ഥികൾ. അമൃത ന്യൂസ്, തിരുവനന്തപുരം. KS ശബരിനാഥിനൊപ്പം പ്രചാരണത്തിനിറങ്ങി ശശി തരൂർ MP. ശബരിയെ പോലൊരു സ്ഥാനാർത്ഥിയെ മുന്നിൽ നിർത്തുമ്പോൾ വലിയ വിജയപ്രതീക്ഷയുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. RSS പ്രവർത്തകന്റെ ആത്മഹത്യയിൽ കൃത്യമായ അന്വേഷണം വേണമെന്നും ശശി തരൂർ ആവശ്യപ്പെട്ടു.
തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരു ആവേശത്തിലാണ് സംസ്ഥാനം. ഇപ്പോൾ ഈ പ്രചരണങ്ങളൊക്കെ തന്നെ അങ്ങനെ നടക്കുകയാണ്. ശശി തരൂർ എം പി ഉണ്ട്. സർ, ഇപ്പോൾ ഒരു ഓടി നടന്നുള്ളൊരു പ്രചരണമാണ്. അപ്പൊ എത്രത്തോളം ഉണ്ട് ഒരു വിജയ പ്രതീക്ഷ? നോക്കൂ, നമുക്ക് നല്ല പ്രതീക്ഷയുണ്ട്. കാരണം നമുക്ക് നല്ല സ്ഥാനാർത്ഥികളുമുണ്ട്. ഈ നഗരത്തെ 45 വർഷമായ നശിപ്പിച്ച ലെഫ്റ്റ് മുന്നണി അവരെ മാറ്റാനുള്ള സമയം വന്നു. ആർക്കും സംശയമില്ല. എല്ലാവരും നോക്കിയ മാലിന്യം, റോഡിൽ പോട്ട് ഹോൾ നിറയെ, ഓടിയും ഡ്രെയിനേജും ഒക്കെ ഓവർഫ്ലോ ചെയ്യുന്നു. മഴ പെയ്താലും കുളമാണ് പല ജംഗ്ഷനിൽ. ഇതാണോ നമ്മുടെ നഗരം? ഞാൻ ഒരു കുട്ടിയായിരിക്കുന്ന സമയത്ത് എനിക്ക് ഇപ്പോൾ കൂടി ഓർമ്മയുണ്ട്. എല്ലാവരും എന്നോട് പറയാം അഭിമാനത്തോടെ, തിരുവനന്തപുരമാണ് ഈ നഗരത്തെ, ഈ ദേശത്തിന്റെ എല്ലാം വെച്ച് ക്ലീനസ്റ്റ് സിറ്റി ഇൻ ഇന്ത്യ. അതായിരുന്നു എന്റെ റെപ്യൂട്ടേഷൻ. ഇപ്പൊ എന്താണ് സ്ഥിതി നമ്മുടെ നഗരം? നമ്മൾ ഈ നഗരത്തെ ശരിയാക്കണം. മാറ്റം വരാൻ തിരിച്ചു നോക്കാത്ത പ്രതിനിധികളെ പറഞ്ഞയച്ചിട്ട് പുതിയ ഒരു യുവ ഊർജ്ജം വേണം. പക്ഷെ വെറും യുവ സ്ഥാനാർത്ഥി മാത്രമല്ല, ശബരി പോലെ ആൾക്കാരെ വേണ്ടത് നമുക്ക്. ശബരി എന്താണ്, ഒരു മാനേജറാണ്, IT ആണ്, പഠിച്ചിട്ടുണ്ട്, എഞ്ചിനീയറാണ്. അദ്ദേഹം പ്രൈവറ്റ് സെക്ടറിൽ ജോലിയെടുത്ത ശേഷമാണ് രാഷ്ട്രീയത്തിൽ വന്നിരിക്കുന്നത്. ശരിക്കുള്ള യാഥാർത്ഥ്യങ്ങൾ അറിയാം ഈ ലോകത്തിനെ കുറിച്ച്. അതിന്റെ ഒപ്പം അനുഭവമുണ്ട്. MLA ആയി സേവനം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ജനങ്ങളുടെ മുമ്പിൽ വന്നിട്ട് അദ്ദേഹത്തിന്റെ കഴിവും അറിവും ആ യുവ ഊർജ്ജയും എല്ലാം കൂടി കൊണ്ടുവന്നിട്ട് ഈ നാടൻ നന്നാക്കാൻ ശ്രമിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ജനങ്ങൾക്കത് ഇഷ്ടപ്പെടും. അവര് ഇറങ്ങും. അപ്പൊ ഞാൻ പല ഈ നഗരത്ത് പല വാർഡിൽ പോയി പ്രചരണം ചെയ്യുമ്പോൾ ജനങ്ങൾക്ക് നല്ല താല്പര്യമുണ്ട്. ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ കാണുമ്പോൾ മാറ്റത്തിനൊരു സമയം വന്നു. ആ മാറ്റത്തിന്റെ മുഖങ്ങളാണ് ശബരിയും അവരൊപ്പം നിൽക്കുന്നവർ. മറ്റു മുന്നണികളിലും വളരെയധികം വലിയൊരു കോമ്പറ്റീഷനാണ്. കാരണം എല്ലാവരും മികച്ച സ്ഥാനാർത്ഥികളെ തന്നെയാണ് നിർത്തുന്നത്. അപ്പൊ ആ ഒരു കോമ്പറ്റീഷന് ഒരു ആശങ്കയോ ഭയപ്പാടോ എന്തെങ്കിലും ഉണ്ടോ? അല്ല, നോക്കൂ, കോമ്പറ്റീഷൻ നല്ലതാണ് ഒരു ജനാധിപത്യത്തിൽ. അതിനെക്കുറിച്ചൊരു സംശയം വേണ്ട. നമ്മൾ ആഗ്രഹിക്കുന്നത് ജനങ്ങൾ നന്നായി പഠിച്ചു നോക്കണം. പക്ഷെ അവരുടെ ക്വാളിഫിക്കേഷൻ നോക്കുക. ഇപ്പൊ നിലവിൽ ഇരിക്കുന്ന കൌൺസിലറും അതിന് മുമ്പിൽ ആൾക്കാർ വന്നവരും വേറെ ജയിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെയും അവർ ക്വാളിഫിക്കേഷൻ നോക്കുക, അവർ കഴിവ് നോക്കുക, അവരെന്താണ് ഈ നഗരത്തിൽ ചെയ്യാൻ പ്രയോറിറ്റി കൊടുക്കുന്നത്, അതൊക്കെ നോക്കി മനസ്സിലാക്കണം. നമ്മൾക്ക് ഒരു കാര്യം അറിയണം. ഈ വെറും ഒരു സ്ഥാനത്തിന് വേണ്ടിയിട്ട്, ഒരു ഭരണത്തിന് വേണ്ടി മത്സരിക്കില്ല ഞങ്ങള്. മറ്റേവര് അത് 45 വർഷമായി ചെയ്തിട്ട് ഈ നഗരം ഒരു പാഠം പഠിച്ചിട്ടില്ലേ? ആ പാഠം പഠിച്ചിട്ടുണ്ടെങ്കിൽ മാറ്റത്തിന് വേണ്ടി വോട്ട് ചെയ്യണം. അപ്പോൾ തിരുവനന്തപുരം നഗരത്തിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ അടുക്കുമ്പോൾ കോർപ്പറേഷനിൽ ഏതായാലും ആ ഒരു ത്രികോണ പോര് അത് കടുക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ക്യാമറാമാൻ വിഷ്ണുവിനൊപ്പം ആതിര രാധാകൃഷ്ണൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. തിരുവനന്തപുരം ജില്ലയിലേറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള മുനിസിപ്പാലിറ്റിയാണ് ആറ്റിങ്ങൽ. ഭരണം LDF-നൊപ്പമാണെങ്കിലും BJPക്ക് ഏറെ സ്വാധീനമുള്ള ആറ്റിങ്ങലിൽ കടുത്ത മത്സരം തന്നെയാണ് ഇക്കുറി ഉണ്ടാവുക. തുടർച്ചയായി 20 വർഷം മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന LDF തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. അതേസമയം അട്ടിമറി വിജയം പ്രതീക്ഷിക്കുന്ന UDF-ന്റെ കണക്കുകൂട്ടൽ ചെറുതല്ല. ചരിത്രമുറങ്ങുന്ന ആറ്റിങ്ങൽ മണ്ണ്. ആധുനിക രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ 2000 മുതൽ 2005 വരെയുള്ള കാലയളവിലാണ് UDF അവസാനമായി നഗരസഭയിൽ അധികാരത്തിലിരുന്നിട്ടുള്ളത്. കഴിഞ്ഞ 20 വർഷമായി ഇടതുമുന്നണിയാണ് ഈ നഗരസഭ ഭരിച്ചുകൊണ്ടേയിരിക്കുന്നത്. ചരിത്രം പരിശോധിച്ചാൽ ഏറിയ പങ്കും ഇടതിൻ്റെ തേരോട്ടമുള്ള മണ്ണാണിത്. അവിടെ ഇക്കുറി UDF-ഉം BJP-യും അരയും തലയും മുറുക്കി രംഗത്തുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തെ 4 മുനിസിപ്പാലിറ്റികളിൽ രാഷ്ട്രീയ പ്രാധാന്യം കൊണ്ട് ഏറ്റവും ശ്രദ്ധേയമാകുന്നത് ആറ്റിങ്ങലാണ്. ഭരിക്കുന്നത് LDF ആണെങ്കിലും പ്രതിപക്ഷത്ത് BJP-യാണ്. 2020 ശേഷം നടന്ന നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ആറ്റിങ്ങലിൽ BJP-ക്കുണ്ടായ മുന്നേറ്റവും ഇത്തവണ മറ്റു മുന്നണികളുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്നു. എന്നാൽ LDF-നെ സംബന്ധിച്ച് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലേറിയ ശേഷം അംഗബലം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞുവെന്നത് ആത്മവിശ്വാസം നൽകുന്നു. ആകെ 31 സീറ്റിൽ 18 സീറ്റുമായാണ് LDF അധികാരത്തിൽ വന്നത്. 2ാം സ്ഥാനത്തുണ്ടായിരുന്ന NDA-ക്ക് 7 സീറ്റുകളായിരുന്നു, UDF-ന് 6 സീറ്റും. എന്നാൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സമയത്ത് 2 BJP അംഗങ്ങൾ CPM-ലേക്ക് പോകുകയും തുടർന്നുണ്ടായ ഉപതെരഞ്ഞെടുപ്പിൽ ഈ 2 സീറ്റിലും CPM വിജയിക്കുകയും ചെയ്തു. ഇതോടെ LDF-ന്റെ അംഗസംഖ്യ 18-ൽ നിന്ന് 20-ആയി ഉയർന്നു. NDA-ക്ക് 2ാം സ്ഥാനം നഷ്ടമാകുകയും ചെയ്തു. അതേസമയം LDF തുടർച്ചയായി അധികാരത്തിലിരുന്നിട്ടും അടിസ്ഥാന സൗകര്യങ്ങൾ പലതും അവതാളത്തിലെന്നാണ് കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നത്. ഈ നഗരത്തിൻ്റെ വികസനമില്ലായ്മ, പൊതുജനങ്ങളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ഭരണനേതൃത്വങ്ങൾക്ക് വരുന്ന വൻപിച്ച തിരിച്ചടി, ഇത്തവണ പൂർണ്ണമായ തോതിൽ കോൺഗ്രസിന് അനുകൂലമായ ഒരു തിരഞ്ഞെടുപ്പ് ഫലത്തിലേക്ക് പോകും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. വലിയൊന്ന് ആശുപത്രി UDF-ൻ്റെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണ് അത് താലൂക്ക് ആശുപത്രിയായി ഉയർത്തുകയും അന്ന് 18 ഡോക്ടർമാരെയാണ് അവിടെ നിയമിക്കുകയും ചെയ്തത്. ആ സംവിധാനമല്ലാതെ അതിനപ്പുറം ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ ആ വലിയൊന്ന് ആശുപത്രിക്ക് ആവശ്യമായ സംവിധാനം ഉണ്ടാക്കാൻ
നഗരസഭയുടെ ഭാഗത്തു നിന്ന് ഒരു നീക്കവും ഉണ്ടായിട്ടില്ല. മാലിന്യ സംസ്കരണത്തിനാണ് അവാർഡ് കിട്ടുന്നത് പറഞ്ഞു. ഞാൻ വളരെ വിനയത്തോട് പറയുന്നു, ഇപ്പം നിങ്ങൾ ക്യാമറമായും പോയി ഈ തിരുവോരങ്ങളിൽ നോക്കിയാൽ എവിടെ ചെന്നാലും, ഏത് ഇലക്ട്രിക് പോസ്റ്റിൻ്റെ മുട്ടിൽ ചെന്നാലും, ഏത് ഒഴിഞ്ഞ ജംഗ്ഷനിൽ ചെന്നാലും മാലിന്യ കൂമ്പാരമാണ്. കോടികൾ ചെലവിട്ട മുനിസിപ്പൽ ടൗൺ ഹാൾ നവീകരണ പ്രവർത്തനം ഇഴയുന്നതും മാലിന്യ പ്രശ്നവും വനിതാ ഹോസ്റ്റൽ നിർമ്മാണം പൂർത്തിയാകാത്തതും ആശുപത്രിയുടെ ശോചനീയാവസ്ഥയുമാണ് BJPക്കും പറയാനുള്ളത്. ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ പിന്നിൽ കാണുന്ന ഈ ടൗൺ ഹാൾ തന്നെയാണ്. 2 ഭരണസമിതി LDF ലെഡ് ഭരണസമിതി ഇരുന്നപ്പോൾ തുടങ്ങിയ ഒരു പ്രൊജക്റ്റാണ് ഈ പുറകെ കാണുന്ന ടൗൺ ഹാൾ നവീകരണം. ഇത് 5 കോടി രൂപയെ തീരുമെന്ന് പറഞ്ഞ് തുടങ്ങിയത് ഇപ്പോൾ 5 കോടി കഴിഞ്ഞിരിക്കുകയാണ്. ഇതൊരു വലിയൊരു തീവട്ടിക്കുള്ളൊരു അഴിമതിയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെ കിടക്കുന്നതെന്നാണ് ജനങ്ങൾ വിലയിരുത്തുന്നത്. എന്നാൽ വികസന നേട്ടങ്ങൾ ഒന്നൊന്നായി നിരത്തുന്ന LDF ഭരണ തുടർച്ച 100% ഉറപ്പിക്കുകയാണ്. ഈ ആറ്റിങ്ങൽ പട്ടണത്തെക്കുറിച്ച് ആറ്റിങ്ങൽ നടന്നിട്ടുള്ള എല്ലാ വികസന പ്രവർത്തനങ്ങളും LDF അല്ലെങ്കിൽ CPMൻ്റെ ശ്രമഫലമായി ഉണ്ടായിട്ടുള്ളതാണ്. ടൗൺ ഹാളിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഞങ്ങളാണ് തുടങ്ങി വെച്ചത്. അതിനൊരു 60-70% പണി പൂർത്തിയാകുമ്പോഴാണ് ഈ കോവിഡ് വരുന്നത്. കോവിഡ് ഒരുപാട് വികസനത്തെ പ്രവർത്തനത്തെ ലോകത്തും രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തുമാകെ ബാധിച്ചുള്ളതുപോലെ തന്നെ ടൗൺ ഹാളിൻ്റെ നിർമ്മാണത്തെയും ഗുരുതരമായി ബാധിക്കുകയുണ്ടായി. ഞങ്ങൾ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുണ്ട് ഒരുപാട്. പിന്നെ ഈ സർക്കാരിൻ്റെ തന്നെ കാര്യമുണ്ടല്ലോ. ജില്ലയിൽ BJP ഏറ്റവും അധികം പ്രതീക്ഷയർപ്പിക്കുന്ന മുനിസിപ്പാലിറ്റിയായ ആറ്റിങ്ങലിൽ ഇക്കുറി അട്ടിമറിയിലൂടെ ഭരണത്തിലെത്താൻ കഴിയുമെന്ന് UDFും കണക്കുകൂട്ടുന്നു. ക്യാമറാമാൻ സൽകുമാറിനൊപ്പം അൻഫിലി ഡിസൂസ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഇടുക്കി കട്ടപ്പന നഗരസഭയിൽ BJP സ്ഥാനാർത്ഥി പട്ടികയിൽ ദമ്പതികൾ. നിലവിലെ നഗരസഭാ കൗൺസിലർ ജോൺ PJയും ഭാര്യ ലില്ലിക്കുട്ടി ജോണുമാണ് ഇത്തവണ ജനവിധി തേടുന്നത്. BJPയുടെ കട്ടപ്പന നഗരസഭയിലെ 1ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയാണ് പുറത്തിറക്കിയത്. 19 വാർഡുകളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോൾ പട്ടികയിൽ ദമ്പതികളും ഇടം പിടിച്ചു. അമ്പലക്കവല വാർഡിൽ നിലവിലെ കൗൺസിലർ ജോൺ PJ മത്സരിക്കുന്നു. തൊട്ടടുത്ത വാർഡായ മേട്ടുക്കുടി വാർഡിൽ ഭാര്യ ലില്ലിക്കുട്ടി ജോണാണ് സ്ഥാനാർത്ഥി. നിലവിൽ ജോൺ ജയിച്ച വാർഡാണ് ഇത്. ആദ്യമായാണ് ലില്ലിക്കുട്ടി മത്സര രംഗത്തെത്തുന്നത്. അമ്പലക്കവല 23ാം വാർഡായി. ആ വാർഡിലോട്ട് ഞാൻ മത്സരിക്കാനായിട്ട് പാർട്ടിയുടെ നിർദ്ദേശം ഉണ്ടായിരുന്നു. പിന്നെ അമ്പലക്കവല വള്ളക്കടവ് പ്രദേശത്തുള്ള ആൾക്കാരുടെ താല്പര്യം കൂടെ മാനിച്ചാണ് ഞാൻ ആ വാർഡിൽ നിന്ന് മത്സരിക്കാൻ തീരുമാനിച്ചത്. മേട്ടുക്കുഴി നിവാസികളെ സംബന്ധിച്ചിടത്തോളം അത് വനിതാ വാർഡായി ഞാൻ ആ വാർഡിൽ നിന്ന് മാറുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് വലിയൊരു ബുദ്ധിമുട്ട് അവരെ സംബന്ധിച്ചുണ്ടായിരുന്നു. ചെയ്തതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് ചെയ്യാമെന്നുള്ള ഒരു ഉറപ്പുണ്ട്. അതാണ് അവരും നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അപ്പം തങ്കസഞ്ചാരനെ എങ്ങനെ കാണുന്നു അതുപോലെയാണ് ലില്ലിക്കുട്ടിയെ കാണുന്നതെന്നാണ് അവർ നമ്മളോട് പറയുന്നത്. ഇനി വോട്ടല്ലേ നമുക്കറിയത്തില്ല, എന്നാലും ആ ഒരു വിശ്വാസത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. കട്ടപ്പന നഗരസഭയിൽ ദമ്പതിമാർ മത്സരിക്കുന്നത് ആദ്യമായാണ്. ഇത്തവണ LDFിലും ഭാര്യ ഭർത്താക്കന്മാർ മത്സരരംഗത്തുണ്ടെന്നാണ് സൂചന. അമൃത ന്യൂസ്, ഇടുക്കി. ബീഹാർ തെരഞ്ഞെടുപ്പ് പരാജയവുമായി ബന്ധപ്പെട്ട് KC വേണുഗോപാലിനെതിരെ MV ഗോവിന്ദൻ നടത്തിയ പ്രസ്താവന വാസ്തവ വിരുദ്ധമെന്ന് PC വിശ്വനാഥ് MLA. ബീഹാറിലെ മുഖ്യ സംഘാടകൻ KC വേണുഗോപാലായിരുന്നു. പിണറായി വിജയൻ ഒരു ദിവസം പോലും ബീഹാറിലെത്തിയില്ല. പിണറായിയോട് ഇത് ചോദിക്കാൻ ഗോവിന്ദന് ധൈര്യമുണ്ടോ എന്നും വിശ്വനാഥ് ചോദിച്ചു. CPM സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ ഇന്നലെ അങ്ങേയറ്റം ഉത്തരവാദിത്തമില്ലാത്ത, രാഷ്ട്രീയ മര്യാദകൾക്ക് നിരക്കാത്ത ഒരു പ്രസ്താവന AICC ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാലിനെതിരെ നടത്തിയത്. അദ്ദേഹം പറഞ്ഞത് ബീഹാർ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് KC വേണുഗോപാൽ കേരളത്തിലായിരുന്നു ഉണ്ടായിരുന്നത്, ബീഹാറിൽ പ്രവർത്തിച്ചില്ല എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് വസ്തുതാവിരുദ്ധവും നിരുത്തരവാദപരവും രാഷ്ട്രീയ മര്യാദകളുടെ ലംഘനവുമാണ്. പരസ്പരം നമ്മളൊക്കെ പുലർത്തുന്ന ചില മര്യാദകളുണ്ടല്ലോ. ഒന്ന്, ഇതിൻ്റെ വസ്തുതാവിരുദ്ധതയാണ്. KC വേണുഗോപാൽ 17 ദിവസത്തോളം ബീഹാറിൽ കോൺഗ്രസ് മഹാഗഠബന്ധൻ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ വോട്ട് അധികാര യാത്ര അവിടെ നടക്കുമ്പോൾ അതിൻ്റെ മുഖ്യ സംഘാടകനായി അദ്ദേഹം ഉണ്ടായിരുന്നു. ഗോവിന്ദ മാഷോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, ബീഹാറിൽ മഹാഗഠബന്ധനായി മത്സരിക്കുന്നത് CPMും CPIയും CPI-MLും RJDയും കോൺഗ്രസും എല്ലാം കൂടെ ചേർന്നിട്ടാണ്. ഇന്ത്യയിലെ ഏക ഇടതുപക്ഷ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. CPM അടക്കമുള്ള ഒരു മുന്നണി അവിടെ ഇത്രയും നിർണായകമായ ഒരു ഇലക്ഷനിൽ മത്സരിക്കുമ്പോൾ ഒരു ദിവസം അവിടെ പ്രചരണത്തിന് പിണറായി വിജയൻ പോയിട്ടുണ്ടോ? പിണറായി വിജയനെ ചോദ്യം ചെയ്യാനുള്ള ധൈര്യമില്ലാത്തതുകൊണ്ടാണ്
പാർട്ടി സെക്രട്ടറി കോൺഗ്രസ് നേതാക്കന്മാരുടെ മേൽ, പ്രത്യേകിച്ച് KC വേണുഗോപാലിൻ്റെ മേൽ കുതിര കയറാൻ വരുന്നത്? ഒരു ദിവസം പിണറായി വിജയൻ അദ്ദേഹം ഗൾഫ് സന്ദർശനം നടത്തുകയായിരുന്നു. ആ സമയത്ത് വോട്ടധികാര യാത്രയിൽ BJP ഇതര മുഖ്യമന്ത്രിമാർക്ക്, തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ അടക്കം പങ്കെടുത്തു. എന്തുകൊണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അദ്ദേഹം നരേന്ദ്രമോദിയെ, BJP ഭരണകൂടത്തെ പല കാരണങ്ങളാൽ ഭയക്കുന്നത് കൊണ്ട് പിണറായി വിജയൻ ബീഹാറിൽ പ്രചരണത്തിന് പോയില്ല? അത് ചോദിക്കാനുള്ള ധൈര്യം ഗോവിന്ദൻ മാസ്റ്റർക്ക് ഇല്ലാത്തത് കൊണ്ടാണ് അവിടെ പ്രചരണത്തിനുണ്ടായിരുന്ന, അതിന് നേതൃത്വം കൊടുത്ത KC വേണുഗോപാലിനെതിരെ ഇല്ലാത്ത ആരോപണം അദ്ദേഹം ഉന്നയിച്ച് മുന്നോട്ട് വരുന്നത്. KC വേണുഗോപാൽ കേരളത്തിൽ വരാൻ പാടില്ല, കേരളത്തിൽ വരണമെങ്കിൽ AKI സെൻറ്ററിൽ ഒരാഴ്ചയ്ക്ക് മുമ്പ് അപേക്ഷ കൊടുത്ത് കേരളത്തിൽ എത്താനുള്ള അനുമതി വാങ്ങിയിട്ട് വേണം അദ്ദേഹത്തിന് ഇവിടേക്ക് വരാൻ എന്നുള്ള കാര്യം ഞങ്ങൾക്കറിയില്ല. അങ്ങനെയല്ലോ. പത്രം, പാൽ വിതരണം മുതൽ അധ്യാപനം വരെ നീളുന്നതാണ് കോഴിക്കോട് കോർപ്പറേഷൻ 74-ാം ഡിവിഷൻ UDF സ്ഥാനാർത്ഥി അഞ്ജനയുടെ ജീവിതം. അധ്വാനത്തിന്റെ മഹത്വം അറിയുന്ന 25-കാരി ഇനി തെരഞ്ഞെടുപ്പിലും കരുത്തു തെളിയിക്കാനുള്ള ഒരുക്കത്തിലാണ്. നാട്ടുകാർക്ക് പ്രിയങ്കരിയാണ് അഞ്ജന. പാൽ, പത്രം വിതരണം മുതൽ അധ്യാപനം വരെ ഉപജീവന മാർഗമാക്കിയ പെൺകുട്ടി. അപ്രതീക്ഷിതമായാണ് ഈ 25-കാരി സ്ഥാനാർത്ഥിയായത്. DCC പ്രസിഡന്റ് വിളിച്ചപ്പോഴാണ് കോഴിക്കോട് കോർപ്പറേഷൻ 74-ാം ഡിവിഷനായ എടക്കാട് UDF സ്ഥാനാർത്ഥിയായി തന്നെ തിരഞ്ഞെടുത്ത വിവരം അഞ്ജന അറിയുന്നത്. ആദ്യം ഞെട്ടിയെങ്കിലും ഇപ്പോൾ അഞ്ജന സജീവമായി പ്രചരണ പരിപാടികളിൽ മുഴുകിക്കഴിഞ്ഞു. വീട് കയറിയിട്ടുള്ള പ്രചരണത്തിലാണ് ഇപ്പോൾ ഉള്ളത്. നടന്നുകൊണ്ടിരിക്കുകയാണ്. പാവപ്പെട്ട ജനങ്ങളെ സഹായിക്കുക, അതുപോലെ തന്നെ കഷ്ടനുഭവങ്ങളുടെ കൂടെ നിൽക്കുക ചെയ്യണം. അപ്പോൾ നമുക്കൊരു കളിസ്ഥലം വെക്കണമെന്നുണ്ട്. അതേപോലെ വൃദ്ധജനങ്ങൾക്ക് പോയി ഇരിക്കാൻ വേണ്ടിയിട്ടൊരു സ്ഥലങ്ങളില്ല, അപ്പം അത് വെക്കണമെന്നുണ്ട്. അങ്ങനെ കുറച്ച് മനസ്സിൽ കാണുന്നുണ്ട്. KSU പ്രവർത്തകയായപ്പോൾ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച അഞ്ജന നിലവിൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറിയാണ്. ബിരുദ പഠനത്തിന് ശേഷം സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ലഭിച്ച അഞ്ജന ചെറിയ രീതിയിൽ ട്യൂഷനും നടത്തുന്നുണ്ട്. അമൃത ന്യൂസ്, കോഴിക്കോട്. അരൂർ അപകടത്തിൽ വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടിയെടുക്കാമെന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി അറിയിച്ചിട്ടുണ്ട് എന്ന് KC വേണുഗോപാൽ. ജനങ്ങളുടെ സുരക്ഷയിൽ കരാറു കമ്പനി വീഴ്ച വരുത്തി. ഇത്തരം കമ്പനികളെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യണം. സംസ്ഥാന സർക്കാരിനും ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറാൻ കഴിയില്ല. അരൂരിൽ അപകടം നടന്ന സ്ഥലം സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു KC വേണുഗോപാൽ. ഇത്തരം കമ്പനികളെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യണം. ഇത്തരം കമ്പനികളെ ഉത്തരവാദിത്വമില്ലാതെ ജില്ലാ ഭരണകൂടം തന്നെ മുൻകൈയെടുത്ത് വിളിച്ചു കൂട്ടിയിട്ട് ഞങ്ങളെല്ലാം പങ്കെടുത്തിട്ടും 7 പ്രാവശ്യം ചർച്ച ചെയ്തിട്ടും സുരക്ഷാ കാര്യങ്ങളിൽ ഒരു നടപടിയെടുക്കാത്ത കമ്പനിയെ എന്തിനാ വെച്ച് വാഴിക്കുന്നത്? സംസ്ഥാന സർക്കാരിൻ്റെ മിണ്ടാത്തത് ഇക്കാര്യത്തിൽ അവർക്ക് ഉത്തരവാദിത്വമില്ലേ? ഈ ട്രാഫിക് നിയന്ത്രണം അവരുടെ കയ്യിലായിരുന്നല്ലോ. എങ്ങനെ ഈ അപകട സമയത്ത് വണ്ടി ഇതുവഴി വിട്ടു? ഇത്രയും ഹെവി വർക്ക് നടക്കുമ്പോൾ പുലർച്ചെ 3 മണിക്ക് അവരിപ്പോൾ ഒന്നും അറിയില്ല, അവനെ നടക്കുകയാണ്. ഇത് കോർഡിനേറ്റ് ചെയ്യേണ്ട ആരാണ്? 42 മരണങ്ങൾ അറിയുന്നവരല്ലേ സംസ്ഥാന ഗവൺമെൻറ്. സംസ്ഥാന ഗവൺമെൻറ് കൃത്യമായിട്ട് വിവരം ഉണ്ടാവുമല്ലോ, എത്ര പേര് മരിച്ചു, ആരെക്കാളും മുമ്പിൽ അവരല്ലേ അറിയുന്നത്. ഇവിടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ് എന്ത് നടപടിയാണ് എടുത്തത്? കെ മുരളീധരന് മറുപടിയുമായി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. കെ മുരളീധരന്റെ രാഷ്ട്രീയം എല്ലാവർക്കും അറിയാം, അവർ പറയാനുള്ളത് പറയട്ടെ എന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. കെ മുരളീധരനെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല. കെ മുരളീധരൻ്റെ രാഷ്ട്രീയവും കെ മുരളീധരൻ്റെ രീതിയും, കെ മുരളീധരൻ ആരാണ്, എങ്ങനെ രാഷ്ട്രീയത്തിൽ വന്നു, എന്ത് ചെയ്തു, അതെല്ലാം കെ മുരളീധരൻ തന്നെ പറയട്ടെ. ഞാനിപ്പോൾ നോക്കൂ, ഇതിനെക്കുറിച്ച് ഞാൻ ആദ്യം മുതൽ എന്താ ഞാൻ പറഞ്ഞത്, എനിക്ക് 100% എൻ്റെ എനർജിയും എൻ്റെ കമ്മിറ്റ്മെൻറ്റ് ജനങ്ങളോടാണ്, വികസനത്തിനോടാണ്, ഈ നാടിനെ നന്നാക്കാനാണ്. ഇവർ പറഞ്ഞതെല്ലാം ഞാൻ ചാടി പിടിച്ച് അവരെ റെസ്പോൺസ് കൊടുക്കാൻ തുടങ്ങിയാൽ എനിക്ക് ഇതിന് സമയം ഉണ്ടാവില്ല. എനിക്ക് അതിന് ഒരു താല്പര്യമില്ല. അവർ പറയുന്നതെല്ലാം പറയട്ടെ. ആർട്ടിക്കിൾ 90 എന്ന് പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു അവകാശമുണ്ട്, എല്ലാവർക്കും പറയാൻ ഒരു അവകാശമുണ്ട്, പറയട്ടെ, അത് പറയട്ടെ അവർ. ചെങ്കോട്ട സ്ഫോടനത്തിൽ പ്രതി ഒമർ നബി ബോംബ് നിർമ്മാണ വിദഗ്ധനെന്ന് മൊഴി. ബോംബ് നിർമ്മാണത്തിനായി സ്വന്തം ലാബ് ഉണ്ടാക്കിയെന്നും കണ്ടെത്തൽ. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ 6 സംസ്ഥാനങ്ങളിൽ NIA പരിശോധന തുടരുകയാണ്. ഹരിയാന സ്വദേശിയായ ഒരു വനിതാ ഡോക്ടർ കൂടി കസ്റ്റഡിയിലായി. ഭീകരവാദ ശൃംഖലയ്ക്ക് സഹായം നൽകുന്നവരിലേക്ക് അന്വേഷണം നീങ്ങുകയാണ്. സ്ഫോടനക്കേസിൽ കസ്റ്റഡിയിലുള്ള ഭീകരരെ NIA സംഘം വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്.
കസ്റ്റഡിയിലുള്ള ഉമർ നബി ബോംബ് നിർമ്മാണ വിദഗ്ധനെന്ന് കസ്റ്റഡിയിലുള്ള ഭീകരർ മൊഴി നൽകി. ഫരീദാബാദിലെ അൽ ഫലാഹ് യൂണിവേഴ്സിറ്റിക്ക് സമീപമുള്ള വീട്ടിൽ ഒരു രഹസ്യ ലബോറട്ടറി സ്ഥാപിച്ചിരുന്നു. ഇവിടെ വച്ചാണ് സ്ഫോടക വസ്തുക്കൾ പരീക്ഷിക്കുകയും ടെലിഗ്രാം വഴി ലഭിച്ച നിർദ്ദേശങ്ങൾ അനുസരിച്ച് ബോംബുകൾ നിർമ്മിക്കുകയും ചെയ്തത്. ലബോറട്ടറിയിൽ നിന്ന് സ്ഫോടക വസ്തുക്കളുടെയും ബോംബ് നിർമ്മാണ സാമഗ്രികളുടെയും തെളിവുകൾ കണ്ടെടുത്തു. രഹസ്യ വിവരത്തെ തുടർന്ന് ഡൽഹി, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, പഞ്ചാബ്, ജമ്മു കശ്മീർ സംസ്ഥാനങ്ങളിൽ NIA പരിശോധന നടത്തി. ഭീകരവാദ ശൃംഖലയ്ക്ക് സഹായങ്ങൾ നൽകുന്നവരെക്കുറിച്ച് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു വനിതാ ഡോക്ടർ കൂടി കസ്റ്റഡിയിലായിട്ടുണ്ട്. കശ്മീരിലെ സർക്കാർ മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുന്ന ഹരിയാന സ്വദേശിനി ഡോക്ടർ പ്രിയങ്ക ശർമ്മയെയാണ് ചോദ്യം ചെയ്യലിനായി കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. കശ്മീർ സ്വദേശികളായ 200ഓളം മെഡിക്കൽ വിദ്യാർത്ഥികളും ഡോക്ടർമാരും നിരീക്ഷണത്തിലാണ്. സ്ഫോടനത്തെ തുടർന്ന് അടച്ച ചെങ്കോട്ട നാളെ സന്ദർശകർക്കായി തുറന്നുകൊടുക്കും. കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളോടെയായിരിക്കും പ്രവേശനമെന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് അമൃത TV. കിഴക്കൻ ആഫ്രിക്കൻ രാജ്യമായ എത്യോപ്യയിൽ മാരകമായ മാർബഗ് വൈറസ് ഔട്ട്ബ്രേക്ക് സ്ഥിരീകരിച്ചു. എത്യോപ്യയിൽ 9 പേരിലാണ് വൈറസ് ബാധ കണ്ടെത്തിയത്. വൈറസ് വ്യാപനം തടയുന്നതിന്റെ ഭാഗമായി ലോകാരോഗ്യ സംഘടന പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. എത്യോപ്യയിലെ സൗത്ത് സുഡാനുമായി അതിർത്തി പങ്കിടുന്ന ഓമോ മേഖലയിൽ 9 പേരിലാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. കിഴക്കൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നേരത്തെ പൊട്ടിപ്പുറപ്പെട്ട വൈറസിന്റെ അതേ വകഭേദമാണ് എത്യോപ്യയിലും സ്ഥിരീകരിച്ചതെന്ന് ലോകാരോഗ്യ സംഘടന അറിയിച്ചു. വൈറസ് വ്യാപനം തടയുന്നതിന്റെ ഭാഗമായി പ്രത്യേക സംഘത്തെ ലോകാരോഗ്യ സംഘടന എത്യോപ്യയിൽ നിയോഗിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം റുവാൻഡയിലും മാർബർഗ് വൈറസ് ബാധ സ്ഥിരീകരിച്ചിരുന്നു. പഴംതീനി വവ്വാലുകൾ കഴിഞ്ഞിരുന്ന ഗുഹയിൽ നടത്തിയ ഖനന പ്രവർത്തനത്തിനിടെയാണ് വൈറസ് മനുഷ്യരിലേക്ക് പടർന്നതെന്നാണ് കരുതിയിരുന്നത്. എംബോളയ്ക്ക് സമാനമാണ് മാർബർഗ് വൈറസും. വവ്വാലുകളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന വൈറസ് രോഗബാധിതരുമായി അടുത്തിടപഴകുന്നതിലൂടെയും ശരീരദ്രവങ്ങളിലൂടെയുമാണ് പകരുന്നത്. രോഗാണുക്കളുള്ള പ്രതലങ്ങളിലൂടെയും പകരാം. അടുത്ത കാലത്ത് മറ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളിലൊന്നും വൈറസ് ബാധയുണ്ടായിട്ടില്ല. 88% മരണനിരക്കുള്ള മാർബർഗ് വൈറസ് ബാധയ്ക്ക് നിലവിൽ പ്രത്യേക ചികിത്സയോ വാക്സിനുകളോ ഇല്ല. കടുത്ത പനി, തലവേദന, പേശീവേദന തുടങ്ങിയവയാണ് ലക്ഷണങ്ങൾ. അസുഖം രൂക്ഷമാകുന്നതോടെ വയറിളക്കം, ഛർദി, രക്തസ്രാവം തുടങ്ങിയവയുണ്ടാകും. 1967 ജർമ്മനിയിലെ മാർക്ക്, ഫ്രാങ്ക്ഫ്രൂട്ട് എന്നീ സ്ഥലങ്ങളിലാണ് ഈ വൈറസ് ബാധ ആദ്യമായി റിപ്പോർട്ട് ചെയ്തത്. തുടർന്നാണ് മാർബർഗ് വൈറസ് എന്നുള്ള പേര് വന്നത്. ജിങ്ക മേഖലയിലാണ് നിലവിൽ വൈറസ് ബാധ സ്ഥിരീകരിച്ചിട്ടുള്ളത്. മറ്റു ഭാഗങ്ങളിലേക്ക് വൈറസ് പടരാതിരിക്കാനുള്ള ശ്രമങ്ങളും അധികൃതർ ഊർജിതമാക്കിയിട്ടുണ്ട്. ജനുവരിയിൽ ടാൻസാനിയയിൽ പൊട്ടിപ്പുറപ്പെട്ട മാർബർഗ് വൈറസ് മാർച്ച് മാസത്തോടെ നിയന്ത്രിക്കാൻ സാധിച്ചിരുന്നുവെങ്കിലും നിരവധി പേർക്ക് ജീവഹാനി സംഭവിച്ചിരുന്നു. 2024 റുവാൻഡയിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത ഇതേ വൈറസ് 15 പേരുടെ മരണത്തിനാണ് കാരണമായത്. ന്യൂസ് ഡെസ്ക് അമൃത TV. ദേശീയ പുരസ്കാരങ്ങളുടെ ഇരട്ടി മധുരത്തിൽ വളപ്പില കമ്മ്യൂണിക്കേഷൻസ്. മികച്ച രണ്ടാമത്തെ ഇൻഡിപെൻഡന്റ് ഏജൻസി ഓഫ് ദി ഇയർ പുരസ്കാരം വളപ്പില കമ്മ്യൂണിക്കേഷൻസിന് ലഭിച്ചു. രണ്ടാമത്തെ ഇൻഡിപെൻഡന്റ് ഏജൻസി ഹെഡ് ഓഫ് ദി ഇയർ പുരസ്കാരത്തിന് മാനേജിംഗ് ഡയറക്ടർ ജെയിംസ് വളപ്പില അർഹനായി. മുംബൈയിൽ നടന്ന ചടങ്ങിൽ വളപ്പില കമ്മ്യൂണിക്കേഷൻസ് മാനേജിംഗ് ഡയറക്ടർമാരായ ജെയിംസ് വളപ്പില, ജോൺസ് വളപ്പില, ഡയറക്ടർ ലിയോ വളപ്പില എന്നിവർ ചേർന്ന് പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. മീഡിയ സ്ട്രാറ്റജി, പ്ലാനിംഗ്, ബൈയിങ്, ക്ലയന്റുകളുടെ സംതൃപ്തി തുടങ്ങിയവയിലെ മികച്ച പ്രകടനമാണ് വളപ്പില കമ്മ്യൂണിക്കേഷൻസിനെ പുരസ്കാരത്തിന് അർഹമാക്കിയത്. കേരളത്തിലെ പരസ്യരംഗത്തിനും മാധ്യമങ്ങൾക്കും ക്ലയന്റുകൾക്കും കിട്ടിയ അംഗീകാരമായാണ് പുരസ്കാരത്തെ കാണുന്നതെന്ന് ജെയിംസ് വളപ്പില പറഞ്ഞു. വയനാട്ടിൽ കള്ളാടി ആനക്കാംപോയിൽ തുരങ്കപാതയുടെ പ്രാരംഭ പ്രവൃത്തി പുരോഗമിക്കുന്നു. കള്ളാടിയിൽ തുരങ്കം നിർമ്മിക്കേണ്ട പാറയ്ക്ക് സമീപത്തെ മണ്ണ് നീക്കുന്ന പ്രവൃത്തികളാണ് നിലവിൽ പുരോഗമിക്കുന്നത്. തുരങ്കം ആരംഭിക്കുന്ന മീനാക്ഷി മലയടിവാരത്തിലേക്കുള്ള റോഡ് 60 മീറ്റർ വീതിയിലും 300 മീറ്റർ നീളത്തിലുമാണ് നിർമ്മിക്കുന്നത്. പാറ തുറക്കാനുള്ള അത്യാധുനിക യന്ത്രങ്ങൾ ഡിസംബർ അവസാന വാരത്തോടെ എത്തും. പദ്ധതി പ്രദേശത്ത് ഡംപിംഗ് യാർഡിനൊപ്പം താൽക്കാലിക ക്രഷർ യൂണിറ്റ്, കോൺക്രീറ്റ് മിക്സിംഗ് പ്ലാന്റ് എന്നിവ ഉടൻ സ്ഥാപിക്കും. ഭോപ്പാൽ ആസ്ഥാനമായുള്ള ദിലീപ് ബിൽഡ്കോൺ കമ്പനിയാണ് പ്രവൃത്തി നടത്തുന്നത്. മണ്ണ് നീക്കൽ പൂർത്തിയാവുന്നതോടെ തുരങ്ക നിർമ്മാണത്തിലേക്ക് കടക്കും. കോഴിക്കോട് ജില്ലയിലെ പ്രവൃത്തികളും പുരോഗമിക്കുകയാണ്. മറിപ്പുഴയ്ക്ക് കുറുകെ നിർമ്മിക്കുന്ന താൽക്കാലിക പാലത്തിന്റെ അനുബന്ധ റോഡ് നിർമ്മാണമാണ് നിലവിൽ ആരംഭിച്ചത്.
ഈ പാല നിർമ്മാണം പൂർത്തിയായാൽ മാത്രമേ തുരങ്ക നിർമ്മാണത്തിനുള്ള കൂറ്റൻ യന്ത്രങ്ങൾ തുരങ്കമുഖത്തേക്ക് എത്തിക്കാനാകൂ. വയനാട്ടിലെ മേപ്പാടി, കള്ളാടി, ചൂരൽമല റോഡ് കോഴിക്കോട് ജില്ലയിലെ മറിപ്പുഴ, മുത്തപ്പൻപുഴ, ആനക്കാംപൊയിൽ റോഡുമായി ബന്ധിപ്പിച്ചാണ് തുരങ്ക നിർമ്മാണം. പിന്നീട് തുരങ്കപാതയ്ക്ക് പ്രത്യേക റോഡ് നിർമ്മിക്കും. തുരങ്കപാതയ്ക്കായി മറിപ്പുഴ ഇരുവഞ്ഞിപ്പുഴയിൽ 4 വരി ആർച്ച് സ്റ്റീൽ പാലമാണ് നിർമ്മിക്കുന്നത്. ഇതിന്റെ ടെൻഡർ പൂനിയ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ഏറ്റെടുത്തത്. 73.86 കോടി രൂപയ്ക്കാണ് പാലത്തിന്റെയും അനുബന്ധ റോഡിന്റെയും ടെൻഡർ കമ്പനി കരസ്ഥമാക്കിയത്. പണി തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉത്സാഹം, പെട്ടെന്ന് പണി ചെയ്യണമെന്നാണ് ഞങ്ങളുടെ വിചാരം. ഇതിന്റെ പണി തീർന്നിട്ട് ഈ ഗുഹയിൽ കൂടെ ഞങ്ങൾക്കൊന്ന് യാത്ര ചെയ്യണം. അത് എത്രയും പെട്ടെന്ന് ഉചിതമായിട്ട് തീരുമെന്ന് ഞങ്ങളെല്ലാവരും മനസ്സുകൊണ്ട് ഞങ്ങൾ സങ്കല്പിച്ചുള്ളൂ. 5.771 മീറ്റർ വനമേഖലയിലൂടെയും 2.964 മീറ്റർ സ്വകാര്യ ഭൂമിയിലൂടെയുമാണ് തുരങ്കപാത കടന്നുപോകുന്നത്. വയനാട്ടിൽ 8.0525 ഹെക്ടർ ഭൂമിയും കോഴിക്കോട് ജില്ലയിൽ 8.1225 ഹെക്ടർ ഭൂമിയും ഏറ്റെടുത്തു. വയനാട്ടിൽ മേപ്പാടി, കള്ളാടി, ചൂരൽമല റോഡ്, കോഴിക്കോട് ആനക്കാംപൊയിൽ, മുത്തപ്പൻപുഴ, മറിപ്പുഴ റോഡ് എന്നീ 2 റോഡുകൾ തുരങ്കപാതയുമായി ബന്ധിപ്പിക്കും. കള്ളാടിയിൽ മീനാക്ഷി പാലത്തിന് സമുദ്രനിരപ്പിൽ നിന്നും 851 മീറ്റർ ഉയരത്തിലാണ് വയനാട്ടിലെ പ്രവേശന കവാടം വരിക. അമൃത ന്യൂസ്, വയനാട്. വർക്കലയിൽ യുവതിയെ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ നിന്നും തള്ളിയിട്ട ആളെ കീഴ്പ്പെടുത്തിയ വ്യക്തിയെ പോലീസ് കണ്ടെത്തി. കേസിലെ പ്രധാന സാക്ഷിയായ ബീഹാർ സ്വദേശി ശങ്കർ പാസ്വാനെയാണ് കണ്ടെത്തിയത്. 19-കാരിയായ ശ്രീകുട്ടിയെ ആക്രമിച്ച സുരേഷ് എന്നയാളെ കീഴടക്കിയതും ശ്രീകുട്ടിയുടെ കൂട്ടുകാരിയായ അർച്ചനയെ പ്രതിയിൽ നിന്ന് രക്ഷിച്ചതും ഇതര സംസ്ഥാന തൊഴിലാളിയായ ശങ്കറാണ്. കൊച്ചുവേളിയിൽ നിന്നാണ് ഇയാളെ കണ്ടെത്തിയത്. ഇയാളുടെ മൊഴി രേഖപ്പെടുത്തി. അധികൃതരുടെ അനാസ്ഥ മൂലം താറുമാറാവുകയാണ് ആലപ്പുഴയിലെ വിനോദസഞ്ചാര മേഖല. കായൽ യാത്രയ്ക്കായി പുന്നമടയിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളെ കാത്തിരിക്കുന്നത് പരിമിതമായ ഭൗതിക സാഹചര്യങ്ങൾ. അപകടം പതിയിരിക്കുന്ന നടപ്പാത. വിനോദസഞ്ചാര മേഖലയിൽ പ്രത്യേക ഇടം നേടിയെടുത്ത ആലപ്പുഴ ജില്ലയിൽ വിരുന്നെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് മോശം അനുഭവം സമ്മാനിക്കുകയാണ് പുന്നമടയിലെ പുരവഞ്ചികളുടെ താവളം. ഇവിടേക്കെത്തുന്ന സഞ്ചാരികൾക്ക് മതിയായ ഭൗതിക സാഹചര്യങ്ങൾ ഇല്ല എന്നതാണ് ഇവരെ ബുദ്ധിമുട്ടിലാക്കുന്ന പ്രധാന പ്രശ്നം. ടൂറിസം ഭൂപടത്തിൽ കിഴക്കിന്റെ വെന്നീസിന് ഇഷ്ടക്കാരേറുമ്പോഴും ആലപ്പുഴയുടെ മണ്ണിലേക്കെത്തുന്ന വിനോദസഞ്ചാരികൾ കടലും കായലും ഗ്രാമീണത നിറഞ്ഞ പ്രകൃതി മനോഹാരിതയും കണ്ട് സന്തോഷത്തോടെയാണോ തിരികെ മടങ്ങുന്നത് എന്ന് ചോദിച്ചാൽ പലപ്പോഴും അല്ല എന്നാകും മറുപടി. പുന്നമടയിലേക്കെത്തുന്ന സഞ്ചാരികൾക്ക് ഇവിടെ മതിയായ ഭൗതിക സാഹചര്യങ്ങൾ ഇല്ല എന്നതാണ് പ്രധാന കാരണം. കായലിന്റെ ഭംഗി നുകരാൻ പുന്നമടയിലെത്തുന്നവർ കാൽവഴുതി കായലിൽ വീണാലും അത്ഭുതപ്പെടാനില്ല. പുരവഞ്ചികൾ തമ്പടിക്കുന്ന പുന്നമട ഫിനിഷിംഗ് പോയിന്റിലെ സഞ്ചാരികൾക്കായുള്ള നടപ്പാത തകർന്ന നിലയിലായതാണ് കാരണം. വരുന്ന ഗസ്റ്റുകൾക്കൊക്കെ വളരെ അസൗകര്യം ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ വേലിയേറ്റവും വരുമ്പം വെള്ളം എരഞ്ഞു കയറി, മറ്റേ ആ കൽക്കട്ടുണ്ടായിരുന്ന വെള്ളം വരുന്നതിന് ഒരു പരിധി ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ പരിധി വിട്ടിട്ട് വെള്ളം കയറി ഉള്ളിലോട്ട് വന്ന് ചെളിയും പോളയും എല്ലാം കൂടെ കയറിയിട്ട് ഗസ്റ്റുകൾ അറപ്പും വെറുപ്പോടും കൂടിയാണ് കടന്നു പോകുന്നത്. അവർക്ക് വരാനായിട്ട് തന്നെ സ്വാതന്ത്ര്യമില്ല. നമ്മൾ ബോട്ടുകൾ കിടക്കുന്ന സ്ഥലത്തുനിന്ന് മെയിൻ ജെട്ടിയിലോട്ട് പാർക്ക് ചെയ്ത് കൊടുത്താലേ ചില ഗസ്റ്റുകൾ കയറത്തുള്ളെന്ന് നിർബന്ധം പിടിക്കുന്ന അവസ്ഥ വരെയുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ മേഖലയിലെ ഇപ്പോൾ നെഹ്റു ട്രോഫിയോടനുബന്ധിച്ച് നമ്മൾ വിചാരിച്ച് നെഹ്റു ട്രോഫിക്ക് അവിടെ എല്ലാം കല്ല് കെട്ടി ഗാലറി പണിയാനും പൈസ ഉണ്ടാക്കാനും നെഹ്റു ട്രോഫി NDPR സൊസൈറ്റി അതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുമെന്നൊക്കെ നമ്മൾ പ്ലാനിട്ടു. അങ്ങനെയായിരുന്നു നമ്മൾ ചിന്തിച്ചിരുന്നത്. പക്ഷേ ഒരു കാരണവശാലും നെഹ്റു ട്രോഫി ബോട്ട് റേസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു മാറ്റങ്ങളും ഇവിടെ ഉണ്ടായില്ല. കുറേ മണ്ണിൻചാക്ക് അടുക്കി വെച്ചുകൊണ്ട് താൽക്കാലികമായിട്ട് ആ സംഭവം അവിടെ ചെയ്യുകയായിരുന്നു ചെയ്തത്. ചെളി നിറഞ്ഞ് വഴുക്കലുള്ള ഈ നടപ്പാതയിൽ പലയിടങ്ങളിലും ടൈലുകളും തറയോടുകളും പൊട്ടിത്തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. മാസങ്ങൾക്ക് മുൻപ് നെഹ്റു ട്രോഫി ജലോത്സവം നടന്ന പുന്നമടയിലെ പവലിയന്റെ അവസ്ഥയും വ്യത്യസ്തമല്ല. മേൽക്കൂര തകർന്ന് ഇരിപ്പിടത്തിലെ ടൈലുകൾ ഇളകി അപകട ഭീഷണിയിലാണ് പ്രശസ്തമായ വള്ളംകളിയുടെ ഫിനിഷിംഗ് പോയിന്റ്. ഇതിനെല്ലാം പുറമെ മലിനമായി കിടക്കുന്ന പ്രദേശം വിനോദസഞ്ചാരികളിൽ അവമതിപ്പ് മാത്രമേ സമ്മാനിക്കൂ. പൊതുശൌചാലയങ്ങൾ ഇല്ലാത്തതും ഇവിടേക്കെത്തുന്ന സഞ്ചാരികളെ അലട്ടുന്ന പ്രധാന തലവേദനയാണ്. ടൂറിസം മേഖലയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന നിരവധി ആളുകളാണ് ആലപ്പുഴയിൽ മാത്രമുള്ളത്. അതിനാൽ തന്നെ ഈ മേഖലയെ പിന്നോട്ടടിക്കുന്ന അധികൃതരുടെ ഇത്തരം നീക്കങ്ങൾ പല കുടുംബങ്ങളുടെയും വയറ്റത്തടിയായി മാറുകയാണ്. അമൃത ന്യൂസ്, ആലപ്പുഴ. മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തിലായി ശബരിമല. തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി S. അരുൺകുമാർ നമ്പൂതിരി ശബരിമല നട തുറന്നു. പുതിയ മേൽശാന്തിമാരുടെ സ്ഥാനാരോഹണവും നടന്നു. മേൽശാന്തി 18-ാം പടി ഇറങ്ങി ശ്രീകോവിലിൽ നിന്നുള്ള ഭദ്രദീപം കൊണ്ട്
ആഴിയെ ജ്വലിപ്പിച്ചു. 12-ാം പടിക്ക് താഴെ ഇരുമുടിക്കെട്ടേന്തി കാത്തുനിന്ന മേൽശാന്തിമാരെ കൈപിടിച്ച് സന്നിധാനത്തേക്ക് ആനയിക്കുകയായിരുന്നു. നാളെ വൃശ്ചികം 1. രജിത് കുമാറുണ്ട് ശബരിമലയിൽ നിന്നും വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ. രജിത്ത്, അടുത്ത മണ്ഡലകാലത്തിന് കൂടി തുടക്കമായിരിക്കുന്നു. പുതിയ ഭരണസമിതിയുടെയൊക്കെ നേതൃത്വത്തിൽ വലിയ വിപുലമായ ഒരുക്കങ്ങളാണല്ലോ തയ്യാറാക്കിയിരിക്കുന്നത്. തീർച്ചയായും മൃദുനിഷ്ഠയോട് കൂടിയുള്ള അയ്യപ്പ ഭക്തരുടെ വരവിന് തുടക്കമായിരിക്കുന്നു എന്ന് തന്നെയാണ്. ശബരിമലയിലേക്ക് ശബരിമല തീർത്ഥാടനത്തിന് തുടക്കമായിരിക്കുന്നത്. നാളെയാണ് വൃശ്ചിക പുലരിയിൽ മുതൽ അയ്യപ്പ ദർശനത്തിന് തുടക്കമാകുന്നത്. എങ്കിലും ഇന്ന് അതിന് മുന്നോടിയായി ശബരിമല നട തുറന്നപ്പോൾ മുതൽ തന്നെ ആയിരക്കണക്കിന് അയ്യപ്പ ഭക്തരാണ് ദർശനത്തിനായി ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. വൈകിട്ട് 5 മണിയോടുകൂടിയാണ് തന്ത്രി മഹേഷ് മോഹനരുടെ നേതൃത്വത്തിൽ മേൽശാന്തി അരുൺ നമ്പൂതിരി 5 മണിയോടുകൂടി നട തുറന്നത്. ശ്രീകോവിലെ ദീപങ്ങൾ തെളിയിച്ച അയ്യപ്പസ്വാമിയെ ഭക്തരുടെ സാന്നിധ്യം ആദ്യം അറിയിക്കുകയാണ് ചെയ്യുക. തുടർന്ന് ഭസ്മമുക്തനായിരിക്കുന്ന അയ്യപ്പ ഭക്തനെ അയ്യപ്പ ഭക്തരുടെ വരവറിയിച്ചുകൊണ്ട് നട തുറന്നതിന് ശേഷം അവിടെ നിന്നും ഭക്തർക്കായി ഭസ്മമടക്കം വിതരണം ചെയ്യുകയും ചെയ്തു. തുടർന്നാണ് മേൽശാന്തിയുടെ നേതൃത്വത്തിൽ താഴെ 18-ാം പടിയിറങ്ങി ആഴി ജ്വലിപ്പിച്ചത്. ആഴി ജ്വലിപ്പിച്ചതിന് ശേഷം പുതിയ മേൽശാന്തിമാർ 18-ാം പടി കയറി ഇവിടേക്ക് ആനയിക്കുകയും ചെയ്തു. തുടർന്നാണ് നിലവിൽ 2 നിയുക്ത മേൽശാന്തിമാരാണ് ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. നമുക്കറിയാം ശബരിമല മേൽശാന്തിയായി ഇ പ്രസാദിനെയും അതുപോലെ തന്നെ മാളികപ്പുറം മേൽശാന്തിയായി പുതിയ മേൽശാന്തിയായി MG മനു നമ്പൂതിരിയെയുമാണ് ഇന്നിപ്പോൾ അല്പസമയത്തിനകം തന്നെ അവരോധിക്കുന്നത്. നിലവിൽ ശ്രീകോവിലിൽ നിന്നുള്ള ശ്രീകോവിലിൽ നിന്നുള്ള ദീപമാണ് ആദ്യം ജ്വലിപ്പിച്ചത്. അതിനുശേഷം ഇവരെ ശ്രീകോവിലിന് നടന്നിലേക്ക് നിലവിലെ മേൽശാന്തി തന്നെയാണ് ആനയിച്ചു കൊണ്ടുവന്നത്. ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ഇവരുടെ അവരോധിക്കൽ ചടങ്ങുകൾ നടക്കുകയാണ്. പ്രസാദ് നമ്പൂതിരിയുടേത് ശബരിമല മേൽശാന്തിയായുള്ള അവരോധിക്കൽ ചടങ്ങ് ശബരിമല നടക്ക് മുന്നിലും ഒപ്പം തന്നെ മാളികപ്പുറം മേൽശാന്തിയായി മനു നമ്പൂതിരിയുടെ അവരോധിക്കൽ ചടങ്ങ് മാളികപ്പുറത്തുമാണ് നടക്കുന്നത്. കലശം അഭിഷേകം നടത്തിക്കൊണ്ടാണ് ഇവരെ മേൽശാന്തിമാരായി അവരോധിക്കുന്നത്. അതിനുശേഷം ഇന്ന് പ്രത്യേക പൂജകളൊന്നും ശബരിമലയിൽ ഇല്ല. അതിനുശേഷമായിരിക്കും 10 മണിയോടുകൂടി നട അടച്ചതിന് ശേഷമായിരിക്കും അരുൺ നമ്പൂതിരി 1 വർഷത്തെ പൂജ പൂർത്തിയാക്കി ശബരിമല 18-ാം പടി ഇറങ്ങി യാത്രയാകുന്നത്. അതും ഒരു പ്രത്യേക ചടങ്ങ് തന്നെയാണ്. 1 വർഷത്തെ പൂജയ്ക്ക് ശരി രജിത്ത്, ഏതായാലും അടുത്ത 1 വർഷത്തെ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിനായുള്ള ശബരിമല നട തുറന്നിരിക്കുന്നു. ഇനി ഭക്തരുടെ ഒരു വരവാണ്. എല്ലായിടത്തും ഇനി ശരണമുഖരിതമായിരിക്കും എന്നുള്ളതാണ്. രജിത് കുമാറാണ് സന്നിധാനത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ 1-ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്ക് തോൽവി. 30 റൺസിനാണ് ദക്ഷിണാഫ്രിക്ക ഇന്ത്യയെ തോൽപ്പിച്ചത്. 3-ാം ദിനം 124 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യക്ക് 93 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. 4 വിക്കറ്റ് എടുത്ത ദക്ഷിണാഫ്രിക്കൻ ബൗളർ സിമോൺ ഹാർമറിന്റെ പ്രകടനമാണ് ഇന്ത്യൻ നിരയെ തകർത്തത്. 31 റൺസ് എടുത്ത വാഷിംഗ്ടൺ സുന്ദറാണ് ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ.